السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده وجميع مشائخنا في سلاسلتنا كلها وصائر المؤمنين والمؤمنات. മുഹറമുൽ ഹറാം ഒന്നാം ദിനം, ഇസ്ലാമിക് ഹാപ്പി ന്യൂ ഇയറിൻ്റെ പുതിയ വർഷം, ഹിജ്റ വർഷത്തിൻ്റെ ഒന്നാമത്തെ മാസം ഒന്നാമത്തെ ദിനം, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറമിൻ്റെ എല്ലാ പുണ്യങ്ങളും കരസ്ഥമാകുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഒരുപാട് മഹത്തുക്കളെ അനുസ്മരിക്കാനുള്ള മാസം, പ്രത്യേകിച്ചും അഹ്ലു ബൈത്തിൻ്റെ മാസമായ മുഹറം മാസം, സയ്യിദുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലാഹു തആല ആ ഇമാമുശ്ശുഹദയുടെ ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. അതുപോലെ ഒരുപാട് മഹത്തുക്കൾ, പ്രത്യേകിച്ചും യൗമുൽ മശായിഖ്, യൗമു മുഅയ്യിദുൽ മില്ലത്ത്, മുഹറം 27, അതായത് ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ദിനം. അതുപോലെ ഒരുപാട് മഹത്തുക്കളുടെ ദിനമാണ്, മാസമാണ് മുഹറമുൽ ഹറാം മാസം. മുഹറം 1, പ്രത്യേകിച്ചും മഹാനായ ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ഷെയ്ഖിൻ്റെ ഷെയ്ഖായ അബുൽ ഹസൻ അൽ ഖുറശി അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ദിനമാണ്. അതുപോലെ നമ്മുടെ കേരളത്തിലേക്ക് ആദ്യമായി വന്ന സാദാത്ത് കുടുംബം, അഹ്ലു ബൈത്ത് കുടുംബം ബുഖാരി സാദാത്യങ്ങളാണ്. ഏകദേശം 400 ചില്ലാറും വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരടുത്ത് വളപട്ടണം സ്ഥലത്ത് വലപട്ടണത്തിൽ മറവെട്ടുകിടക്കുന്ന സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരിയാണ് മലബാറിലേക്ക്, കേരളത്തിലേക്ക് ആദ്യമായി വന്ന സയ്യിദ്. ആ ബുഖാരി സാദാത്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ അടുത്തടുത്ത കാലഘട്ടത്തിൽ ഒരുപാട് മഹത്തുക്കൾ വഫാത്തായി. അതിൽ പ്രത്യേകിച്ചും മുഹറം 1 ആണ്ട് ദിനമായ ഖുറത്തു സാദാത്ത് തങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, നവറല്ലാഹു മർഖദഹു. അതുപോലെ ഈ മാസം വഫാത്തായ സർവ്വ മഹാന്മാരുടെയും ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. പ്രത്യേകിച്ചും ഇന്നത്തെ ദിനം ബഹുമാനപ്പെട്ട അഷേഖ് മുഹമ്മദ് ഹാജി ബദ്രാവത്തി ഉസ്താദ്, അതായത് ബദ്രാവത്തി മൗലേരുപ്പ, അള്ളാഹുർക്ക് മഹ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ആണ്ട് ദിനം കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബദ്രാവത്തി മൗലേരുപ്പയുടെയും അതുപോലെ അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയും ദറജാത്ത് അള്ളാഹു തആല ഉയർത്തുമാറാകട്ടെ. അവർക്കൊക്കെ അള്ളാഹു തആല മഹ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ഹിദായത്ത് താമ്മ, ഖൈറ്, ലുത്ഫ്, സലാമത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബദ്രാവത്തി മൗലവിയുപ്പാപ്പയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹു സുദൂർ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ ദീർഘായുസ്സിനെ സംബന്ധിച്ച് ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേ സ്ഥാനത്ത് വേഗം മരിക്കുന്നതിനെ സംബന്ധിച്ചും ഒരുപാട് മഹത്വം പറഞ്ഞിട്ടുണ്ട്. അത് പല നിലക്കുമാണ് ഓരോന്നും ഉള്ളത്. എന്നാൽ ദീർഘായുസ് ആഗ്രഹിക്കുന്നവർ ഒരുപാട് നന്മകൾ ചെയ്യാനും ഒരുപാട് റമളാനുകൾ ലഭിക്കാനും ഒരുപാട് പുണ്യങ്ങൾ ലഭിക്കാനും, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളായ നമ്മുടെ മക്കളെ വിവാഹം ചെയ്തു കൊടുക്കാൻ, അങ്ങനെയൊക്കെ ദീർഘായുസ് ചിന്തിക്കുന്നത്, ആ വിധത്തിൽ ഒരുപാട് എപ്പോഴും ദീർഘായുസ് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് ബദ്രാവത്തി മൗലവിയുപ്പാപ്പ. ബദ്രാവത്തി മൗലവിയുപ്പ നവറല്ലാഹു ഖബ്റഹു വബറദല്ലാഹു മദ്ജഅഹു ഗഫറല്ലാഹു ലനാ വലഹു വലിൽ മുഅ്മിനീൻ. ബദ്രാവത്തി മൗലവിയുപ്പ എപ്പോഴും ദീർഘായുസ്സിന് വേണ്ടി ദുആർക്കാൻ പറയും. ആരെ കണ്ടെങ്കിലും ഉലമാഇനെയും സ്വാലിഹീങ്ങളെയും മുതഅല്ലിമീങ്ങളൊക്കെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിയൻ ഔ മുഹിബ്ബൻ വലാ തകുൻ ഖാമിസ എന്ന
ആ പുണ്യവാക്ക് എപ്പോഴും പറയുകയും അതോടുകൂടെ പറച്ചിൽ മാത്രമല്ല പ്രവർത്തനം കൊണ്ട് ആലിമീങ്ങളെയും സ്വാലിഹീങ്ങളെയും മുത്തഅല്ലിമീങ്ങളെയും വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് ബദ്രാവത്തി മൗലവി ഉപ്പ. അള്ളാഹുർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ഇന്ന് അവിടുത്തെ ആണ്ട് ദിനമാണ്. സയ്യിദ് സാദാത്ത് റഹ്മത്തുള്ളാഹി ബദ്രാവത്തിൽ മറവിട്ടെടുക്കുന്ന ആ മഹാനവരുകളുടെ പരിസരത്തുള്ള ഖബർസ്ഥാനിൽ മറവിട്ട് കിടക്കുന്ന ബദ്രാവത്തി മൗലവി ഉപ്പ അള്ളാഹുർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അതുപോലെ അവിടെ മറവിട്ടെടുക്കുന്ന മറ്റു കുടുംബമിത്രാദികളുണ്ട്. എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവിടെ മറവിട്ടിരുന്ന മുഅ്മിനീങ്ങൾക്കൊക്കെ അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. പ്രത്യേകിച്ചും ബദ്രാവത്തി മൗലവി ഉപ്പയിൽ നിന്ന് നമുക്ക് ഒരുപാട് വിഷയങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. കുട്ടിക്കാലം മുതൽ കണ്ടിരുന്ന ഒരു വ്യക്തിത്വം. ഏകദേശം 60 ചില്ലാറും വയസ്സുണ്ടാകുമ്പോൾ നമ്മൾ കാണാൻ തുടങ്ങി. പക്ഷേ നമ്മളോട് ഒരു സുഹൃത്തിനെ പോലെയാണ് ബഹുമാനപ്പെട്ടവരുടെ സംസാരം. അതോടുകൂടെ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് നസീഹത്തുകൾ ഉണ്ടാകും. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ മഹത്തുക്കളെ മദ്ഹ്, മഹത്തുക്കളുടെ ഹിക്കായാത്ത്, സ്വാലിഹീങ്ങളെ ചരിത്രം പറയണം. ഇടയ്ക്കിടയ്ക്ക് മഹാന്മാരെ ഓർത്തുകൊണ്ടിരിക്കണം. അത് ബദ്രാവത്തി മൗലവി ഉപ്പയുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫിക്റുൽ ആഖിറത്ത് ഉണ്ടാക്കി തീർക്കണം. എല്ലാ ആളുകളെ കൂടെ ഇരിക്കാൻ പറ്റൂല. കാരണം ദുനിയാവിനെ സ്നേഹം കൂടും, ആഖിറത്തിനെ മറന്നു പോകുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിനെ മറന്നു പോകുന്ന, ചെയ്തു പോയ തെറ്റുകൾ ചിന്തിക്കാതെ ചെറിയ ചെറിയ നന്മകൾ തന്നെ കുറേ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്നവരുടെ കൂടെ ഇരിക്കലിനെ തൊട്ടും ആ സഹവാസത്തിനെ തൊട്ടും അള്ളാഹുവിനോട് നമ്മൾ കാവലിനെ തേടുന്നു. അതേ സ്ഥാനത്ത് ബദ്രാവത്തി മൗലവി ഉപ്പ ഇടയ്ക്കിടയ്ക്ക് നസീഹത്ത് ചെയ്യും, ഉപദേശിക്കും. അള്ളാഹുവിൻ്റെ പേടി എങ്ങനെയാണ് മുൻഗാമികൾ പേടിച്ചിരുന്നത്, ചിലപ്പോൾ തമാശയിലും കാര്യത്തിലുമായി മഹത്തുക്കളുടെ കറാമാത്തെല്ലാം പറഞ്ഞുകൊണ്ട് അവരുടെ ബഹുമാനം വെളിവാക്കുകയും അതോടുകൂടെ അള്ളാഹുവിൻ്റെ പേടി അവർക്ക് എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ചിന്തിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിത്വമാണ് ബദ്രാവത്തി മൗലവി ഉപ്പ. അള്ളാഹുർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒരു ആയത്ത് എപ്പോഴും ഓതുന്ന ഒരു ആയത്ത്, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. ആഖിറത്തിൽ മുത്തഖീങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്ത്, അള്ളാഹുവിനെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട്, തഖ്വ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിച്ച് അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് നാളെ മഹ്ശറാ സഭയിൽ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി വിളിക്കപ്പെടുന്നത് ആ ആയത്ത് ഇടയ്ക്കിടയ്ക്ക് ബദ്രാവത്തി മൗലവി ഉപ്പ ഓതാറുണ്ട്. മാത്രമല്ല അവിടുത്തെ മശായിഖുകളായ അഹ്ലുസുന്നയുടെ മശായിഖ് അസാത്തിദത്തിനെ സംബന്ധിച്ച് പലപ്പോഴും പറയും. ഒരുപാട് മഹത്തുക്കളോട് ആത്മീയമായ ബന്ധം പുലർത്തിയിരുന്ന ബഹുമാനപ്പെട്ട ചെർക്കലൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ നബറല്ലാഹു മർക്കദ, അതുപോലെ ദർവേഷ് ബാബ സയ്യിദ് റഹ്മത്തുള്ള ഷിമോഗ നബറല്ലാഹു മർക്കദ, അതുപോലെ CM അബൂബക്കർ മടൂരി നബറല്ലാഹു മർക്കദ റഹിമഹുമുല്ലാ, ഇത്തരത്തിലുള്ള മഹാന്മാരോടും ഒരുപാട് ബന്ധം സ്ഥാപിച്ച വ്യക്തിത്വമാണ് ബദ്രാവത്തി മൗലവി ഉപ്പാപ്പ. വടകര മുഹമ്മദ് ഹാജി നബറല്ലാഹു മർക്കദ തുടങ്ങിയവരോട് വലിയ ബന്ധമാണ്. കൂടെ ഹജ്ജ് വേളയിൽ യാത്ര ചെയ്തതും ഒരുപാട് ഇസ്തിഖാമത്തോടു കൂടെയുള്ള കറാമാത്തും നേരിട്ട് കണ്ട വ്യക്തിത്വമാണ് ബദ്രാവത്തി മൗലവി ഉപ്പാപ്പ. ആ മഹാന്മാരുടെയൊക്കെ ദറജാത്ത് അല്ലാഹു തആല ഉയർത്തട്ടെ. റഹിമഹുമുല്ലാഹു തആല വനഫഅനാ ബിഹിം. അപ്പോൾ ഏതായാലും ബഹുമാനപ്പെട്ട ബദ്രാവത്തി മൗലവി ഉപ്പാപ്പ എപ്പോഴും പറഞ്ഞിരുന്ന വിഷയം, മയ്യത്ത് കട്ടിൽ കാണുമ്പോൾ ഒരുപാട് മഹാന്മാർ, ബഹാവുദ്ദീൻ സർക്കശി റഹിമഹുല്ലാ, അതുപോലെ ഒരുപാട് മഹാന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ബദ്രാവത്തി മൗലവി ഉപ്പാപ്പ പലപ്പോഴും അടുത്ത കാലഘട്ടത്തിൽ വഫാത്തായ മഹാന്മാരും കുറച്ച് മുമ്പ് വഫാത്തായ മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ ബാബ ഫരീദ് മുസ്ലിയരെ സംബന്ധിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, മയ്യത്ത് കട്ടിൽ കാണുമ്പോൾ പറയുന്ന വാക്ക്, മയ്യത്ത് കട്ടിൽ നമ്മളോട് ലിസാനുൽ ഹാല് കൊണ്ട് സംസാരിക്കുന്നു. അങ്ങനെയുള്ള ഓരോന്ന് ലിസാനുൽ ഹാല്. ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ദാറുൽ ഇഫ്തായിൽ അസ്ഹരിയ എന്ന ആ കുതുബ്ഖാനയുടെ ഓരോ സ്ഥലത്തും
ലിസാനുൽ ഹാലിന്റെ ഭാഷയിൽ പലതും എഴുതി വെച്ചിട്ടുണ്ട്. ക്ലോക്കിന്റെ താഴെ ബഹുമാനപ്പെട്ടവർ എഴുതി വെച്ചത് കാണാം. തനബ്ബഹ് ഇന്ന ദൗരി നഖ്സു ഉംരിക ഫഹയ്യ അലസ്ദിയാദി സമാനി ഖൈരിക. സമയം ഇതാ ക്ലോക്കിന്റെ സൂചിയുടെ ഭാഷയിലാണ് ഉപദേശിക്കുന്നത്. ഈ ക്ലോക്കിന്റെ സൂചി നമ്മളോട് ഉപദേശിക്കുന്നത് ഞാനിതാ പെട്ടെന്ന് പെട്ടെന്ന് ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നിന്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിന്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ചുറ്റല്. നീ നല്ല ശരിക്കും ഓർമ്മ വെച്ചോ, ഉണർന്നോ, അതുകൊണ്ട് നല്ല കാര്യം ചെയ്താൽ മുന്നോട്ട് വന്നോ, ഗഫലത്തിലാകണ്ട, അശ്രദ്ധയിലാകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഷാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ക്ലോക്കിന്റെ സൂചിയുടെ ഉപദേശം, അതിൻ്റെ ലിസാനുൽ ഹാൽ കൊണ്ട് നമ്മളോട് പറയുന്ന ഉപദേശം ബഹുമാനപ്പെട്ടവർ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട സദുർശരിയ അല്ലാമ അംജദ് അലി ആലമി റഹ്മത്തുള്ളാഹിയുടെ ശിഷ്യനായ നമ്മുടെ അസാത്തിദത്തിന്റെ ഉസ്താദായ ബഹുമാനപ്പെട്ട അബ്ദുൽ മുസ്തഫ ആലമി ഉസ്താദ് ഹസ്രത്ത് അല്ലാമ ആലമി നവറല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ടവർ ഒരുപാട് കിതാബുകളിൽ അള്ളാഹുവിൻ്റെ വുജൂദ്, അള്ളാഹു ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്താണ് പല വസ്തുക്കളെ കൊണ്ട് വെളിവാക്കിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വുജൂദിയത്ത് വെളിവാക്കാൻ വേണ്ടി ലിസാനുൽ ഹാൽ കൊണ്ടുള്ള ഉപദേശങ്ങൾ ധാരാളം ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുപോലെ ബഹുമാനപ്പെട്ട ഫരീദ് മുസ്ലിയെ സംബന്ധിച്ച് ബദ്രാത്തി മൗലിയർ പാപ്പ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, മയ്യത്ത് കട്ടിൽ നമ്മളോട് പറയുന്നത് ലിസാനുൽ ഹാൽ ഉപദേശം കൊണ്ട്. മയ്യത്ത് കട്ടിൽ നമ്മളോട് പറയുന്നത് പോലെ ഓ എന്നിലേക്ക് ശരിക്കൊന്ന് ചിന്തിച്ച് നോക്കിട്ടാ, ഞാനാണ് നിന്നെ വാഹനം കൊണ്ടുപോകാനുള്ള, നിന്നെ യാത്ര കൊണ്ടുപോകാനുള്ള വാഹനം, നിന്നെ ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് നീക്കം ചെയ്യാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ട വാഹനം ഞാനാണ് എന്ന് മയ്യത്ത് കട്ടിൽ നമ്മളോട് പറയുന്ന പോലെ ലിസാനുൽ ഹാൽ കൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്തി. അതുപോലെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ സാധാരണ ഇദാ ഹമൽത ഇലൽ മഖാബിരി ജനാസതൻ ഫഅലം ബി അന്നക ബഅദഹാ മഹ്മൂലു. മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നീ ചിന്തിച്ചോ, നിന്നെയും ഇങ്ങനെ ചുമത്തപ്പെടുന്നു എന്ന് ചിന്തിക്കണം. അതുപോലെ ബഹുമാനപ്പെട്ട ഹസൻ ബസ്വരി, ഈ മുഹറമിൽ വഫാത്തായ മഹാനാണ്. ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ ശിഷ്യനാണ്. അതുപോലെ ഉമ്മു സൽമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ മുഅ്മിനീങ്ങളുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സൽമ ബീവി റളിയല്ലാഹു അൻഹ, ആ മഹദി അവരുടെ മുലകുടി ബന്ധം കൊണ്ട് മകനായ ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹി, ആ ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറയുന്ന വാക്കും, മനസ്സ് കേടുവരുന്ന വസ്തുക്കൾ, മയ്യത്തിന്റെ പരിപാലനം നടത്തുന്നു, പക്ഷേ എനിക്കും ഇങ്ങനെ ഒരു മരണമുണ്ട് എന്ന് ചിന്തിക്കാതിരിക്കുമ്പോൾ മനസ്സ് കേടുവന്നു പോകുന്നു, മനസ്സ് ഖറാബായി ഫസാദായി പോകുന്നു എന്ന് ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അൽ മുനബ്ബിഹാത്തു അലൽ ഇസ്തിഅദാദ് എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ ലിസാനുൽ ഹാൽ കൊണ്ട് ഉപദേശിക്കുക എന്നത് ബദ്രാവത്തി മൗലിയർ പാപ്പാക്ക് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു സ്വഭാവമാണ്. മഹാന്മാരുടെ ഉപദേശം എപ്പോഴും പറയും. മാത്രമല്ല മഹാന്മാരായ ഔലിയാക്കളുടെ സിയാറത്തിന് വലിയ റഗ്ബത്ത്, ആഗ്രഹമുള്ള വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട ബദ്രാവത്തി മൗലിയർ ഉപ്പ. അള്ളാഹുർക്ക് മഹ്ഫിറത്തും റഹ്മത്തും റഫ്ഉ ദറജാത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരെ ഹളറത്തിലേക്ക് പോകുമ്പോഴും അവിടേക്ക് ദുആ വസിയത്ത്, മഹാന്മാരെ ഹളറത്തിൽ ദുആയിരിക്കണം, ആഖിബത്ത് നന്നാകാൻ എപ്പോഴും ഈമാൻ സലാമത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം അതാണല്ലോ. ഈമാൻ സലാമത്തായ എല്ലാം രക്ഷപ്പെട്ട്, ഈമാനാണ് ഏറ്റവും വലിയ വിലമതിക്കപ്പെട്ട വസ്ത്രം. സോന ജംഗൽ റാത്ത് അന്തേരി ചായി ബദലി കാലി ഹൈ, സോനെ വാലോ ജാഗ്തി റഹിയോ ചോറോ കി റഖ്വാലി ഹൈ. കാരണം ഈമാൻ നഷ്ടപ്പെടുത്താണ് എല്ലാവരും നോക്കുന്നത്. ഷയാത്തുനിൽ ഇൻസും ഷയാത്തുനിൽ ജിന്ന്, മനുഷ്യകോലത്തിലുള്ള പിശാചികളും ജിന്നുകോലത്തിലുള്ള പിശാചികളും എല്ലാവരും അധ്വാനിക്കുന്നത് നമ്മുടെ ഈമാൻ ഒന്ന് നഷ്ടപ്പെടുത്തണം, നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തണം. അതുകൊണ്ടാണ് എല്ലാവർക്കും പ്രശ്നമുള്ളത്. ഈമാൻ നഷ്ടപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരിക. ഇതാണ് എല്ലാ പിശാചിയും ചെയ്യുന്നത്. അള്ളാഹു ഷയാത്തുനിൽ ഇൻസിന്റെ ഷെറുകളെ തൊട്ടും ഷയാത്തുനിൽ ജിന്നിന്റെ ഷെറുകളെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്തെങ്കിലും മുസീബത്ത് വരുമ്പോൾ, വിഷമം വരുമ്പോൾ, രോഗം വരുമ്പത്തിന് നാവിലൂടെ പല വാക്കുകളും വന്നു പോകുന്നു. കുഫ്രിയത്തിന്റെ വാക്കുകൾ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഈമാൻ സലാമത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്തിരുന്ന വ്യക്തിത്വമാണ് ബദ്രാവത്തി മൗലിയർ ഉപ്പ. അള്ളാഹുർക്ക് മഹ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ
എപ്പോഴും മഹാന്മാരുടെ സിയാർത്ത് ആഗ്രഹിക്കുകയും മഹാന്മാർ ഹദർത്ത് പോകുമ്പോൾ മാലിക് ദിനാർ പോകും അറിഞ്ഞാൽ സദൃശ്ശേരി അംജദ് ആലമി റഹിമഹുല്ലാന്റെ ഹദർത്ത് പോകുമ്പോഴെല്ലാം നമ്മളോടും പലപ്പോഴും പലരോടും ദുആ വസിയത്ത് ചെയ്തിരുന്ന ഒരു സ്വഭാവം. മഹാന്മാർ ഹദറത്തിൽ പോകും, മക്ക മദീനയിലേക്ക് പോകുന്ന ആളുകളോടൊക്കെ പ്രത്യേകിച്ചും ദുആ വസിയത്ത് ധാരാളം ചെയ്യും. മഹാന്മാർ ഹദറാത്തിലേക്ക് പോകുമ്പോഴൊക്കെ ദുആ വസിയത്ത് ധാരാളം ചെയ്യും. ആ മഹാന്മാരൊക്കെ നല്ലോണം സ്നേഹിച്ചിരുന്ന വ്യക്തിത്വമാണ് ബദ്രാവത്തി മൗലവി ഉപ്പ. പക്ഷേ അതേ സ്ഥാനത്ത് കള്ളത്തൊരീക്കത്തുകളായ മശായിഖിന്റെ പേരിൽ പറഞ്ഞു നടക്കുന്ന ആളുകളോട് വല്ലാതെ വെറുപ്പായിരുന്നു. മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു സിറുൽ അസ്റാറിലൊക്കെ പറഞ്ഞല്ലോ, ബിദ്അത്തുകാർ പല വിധത്തിലുണ്ട്. സുന്നത്ത് ജമാഅത്ത് ഒരു വിഭാഗം, കള്ളത്തൊരീക്കത്തുകാര് 11 വിഭാഗം, എല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളാണ് എന്ന് മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു അവിടുത്തെ സിറുൽ അസ്റാറിൽ രേഖപ്പെടുത്തി. അഹ്ലു തസ്വീഫ് ഇസ്നാ അശറ സിൻഫാ ഫൽ അസുന്നിയുന വൽ ബവാഖി ബിദ്അയ്യുന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ കള്ളത്തൊരീക്കത്തുകാരോട് വല്ലാതെ ദേഷ്യമായിരുന്നു. അതേ സ്ഥാനത്ത് കള്ളത്തൊരീക്കത്തുകാർ മുഖേന സ്വപ്നത്തിൽ കണ്ടോ മറ്റോ മഖ്ബറകൾ ഉണ്ടാക്കി, കള്ള ഖബറുകൾ ഉണ്ടാക്കി, കള്ള മഖ്ബറകൾ ഉണ്ടാക്കി അങ്ങനെ പരിപാലിക്കുന്ന ആളുകളോടും വല്ലാത്ത ദേഷ്യമായിരുന്നു ബദ്രാവത്തി മൗലവി ഉപ്പാക്ക്. ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റഹ്മത്തുള്ളാഹി തംബീഹുൽ മുഖ്തറിൽ പറഞ്ഞല്ലോ, കമ്മിൻ മസാരിൻ യുസാറു വസ്വാഹിബുഹു ഫിന്നാർ. എത്ര ആളുകളാണ് മഖ്ബറകൾ സിയാറത്ത് ചെയ്യപ്പെടുന്നത്, എത്ര ആളുകൾ ഖബർ സിയാറത്ത് ചെയ്യും. പക്ഷേ ആ ഖബറാളി സുന്നിയായിരിക്കൂല, മുഅ്മിനായിരിക്കില്ല, അല്ലെങ്കിൽ കാമില മുഅ്മിനായിരിക്കുക ആവുകയില്ല. അല്ലെങ്കിലോ സിയാറത്ത് ചെയ്യപ്പെടുന്ന ആളായിരിക്കും, പക്ഷേ അയാള് നരകത്തിലായിരിക്കും. കമ്മിൻ മസാരിൻ യുസാറു വസ്വാഹിബുഹു ഫിന്നാർ. ഇങ്ങനത്തെ കുറച്ച് ആളുകൾ ഉണ്ടാകും. അപ്പൊ ഏതായാലും കള്ളത്തൊരീക്കത്തുകാര് അവർ ചെയ്യുന്ന ആ ഖുറാഫാത്തിനെ സംബന്ധിച്ചും ബിദ്അത്തിനെ സംബന്ധിച്ചും മാത്രമല്ല, അവരുടെ മഖ്ബറ ഉണ്ടാക്കിയിട്ട് പരിപാലിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് ഖബറുണ്ടാക്കുക. കുറെ ആയസുള്ള ആളാണ്, പറയും ഇവിടെ നിന്നും തുടക്കത്തിലൊന്നും മഖ്ബറൊന്നും ഇല്ല, ഇപ്പൊ അടുത്തടുത്തുണ്ടാക്കിയ ഖബറുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും പറയാറുണ്ട്. ബഹുമാനപ്പെട്ട ഖതീബുൽ ബഗ്ദാദി റഹിമഹുല്ലാഹിന്റെ റിവായത്ത് കിതാബു സിറാജിൽ ബഹുമാനപ്പെട്ട ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി ഫതാവുൽ അസീസിയിലൊക്കെ ഉദ്ധരിച്ചതുപോലെ ലഅനല്ലാഹു മൻ സാറ ബിലാ മസാർ, ലഅനല്ലാഹു മൻ സാറ ബിലാ മസാർ ഹദീസ് ഉദ്ധരിച്ചത് കാണാം. മസാറില്ലാതെ സിയാറത്ത് ചെയ്യുന്ന ആൾക്കാർക്ക് അള്ളാഹുവിന്റെ ലഅനത്ത്, അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകും. ഈ അടിസ്ഥാനത്തിൽ ബദ്രാവത്തി മൗലവി ഉപ്പാക്ക് വല്ലാത്ത ദേശമായിരുന്നു ഈ മഖ്ബറകൾ, ഫർസി മസാർ സങ്കല്പിന്നുണ്ടാക്കിയിട്ട് മഖ്ബറകൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിനെ പരിപാലിക്കുക. ആ വിഷയമെല്ലാം വല്ലാത്ത ദേശമായിരുന്നു ബദ്രാവത്തി മൗലവി ഉപ്പാക്ക്. അള്ളാഹുർക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. അതുപോലെ വല്ലാതെ ആലിമീങ്ങളെയും സ്വാലിഹീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും സ്നേഹിക്കും. അതേ സ്ഥാനത്ത് രഹസ്യമായി സ്വതക്കകൾ വല്ലാതെ ചെയ്തിരുന്ന വ്യക്തിത്വമാണ്. നമുക്ക് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്, പലരെയും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, പല വിധത്തിൽ പലരെ കൊണ്ട് അറിഞ്ഞിട്ടുണ്ട്. രഹസ്യമായി പല നിലക്കും സഹായ സഹകരണങ്ങൾ, സ്വതക്കകൾ ചെയ്യും. എത്ര സ്വതക്കകൾ രഹസ്യമുണ്ട് അത്ര മഹത്വം കൂടുതലാണല്ലോ. സ്വതക്കത്തു സിറ് വല്ലാതെ റബ്ബിന്റെ ഗളബിനെ ഇല്ലാതെയാക്കുന്ന, അതോടുകൂടെ സ്വതക്കത്തു സിറ് ഒരുപാട് മഹത്വമുള്ളതാണ്. വലം കൈ കൊണ്ട് സ്വതക്ക ചെയ്താൽ ഇടഭാഗത്തേക്ക് എന്താവില്ല, ആ ഇടത്തെ കൈയിന് അറിയില്ല എന്നതുപോലെ ഒരുപാട് മഹത്വങ്ങൾ സ്വതക്ക എത്ര മറച്ചു വെക്കും അത്ര മഹത്വമാണ്. സ്വതക്കകൾ രഹസ്യമായിട്ടും ധാരാളം സ്വതക്ക ചെയ്തിരുന്ന വ്യക്തിത്വമാണ് ബദ്രാവത്തി മൗലവി ഉപ്പ. അതേ സ്ഥാനത്ത് ചെലവ് കൊടുക്കൽ നിർബന്ധമാണ് എന്നും, ഈ കാലഘട്ടത്തിൽ ചെലവ് എന്ന് പറഞ്ഞാൽ കുറച്ച് വിശാലമായി തന്നെ പലരും ചിന്തിക്കും. പക്ഷേ അതും സ്വബറോടുകൂടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റാൻ പരിശ്രമിച്ച വ്യക്തിത്വമാണ് ബദ്രാവത്തി മൗലവി ഉപ്പ. അള്ളാഹുർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. സാന്ത്വന പ്രവർത്തനങ്ങൾ, ഖിദ്മത്തുൽ ഖൽഖിൽ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത വ്യക്തിത്വമാണ്. കാരണം പലരും മുസീബത്ത് വരുമ്പോൾ, വിഷമം വരുമ്പോൾ, ദാരിദ്ര്യം വരുമ്പോൾ പലതും പറഞ്ഞു പോകും, പലതും ചെയ്തു പോകും. കാദൽ ഫഖ്റ യകൂന കുഫ്ര എന്ന് പറഞ്ഞതുപോലെ ദാരിദ്ര്യം ചിലപ്പോൾ കുഫറിലേക്ക് എത്തിക്കും. എന്തെങ്കിലും മുസീബത്ത് ഒരു വിഷമം വരുമ്പോൾ എന്തെങ്കിലും ഷിർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഷിർക്കിന്റെ അഹലുകാരടുത്ത് പോയിട്ട് എന്തെങ്കിലും ഉറുക്കി കെട്ടാനോ മറ്റൊക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായം ജാഹിലീങ്ങളിൽ വ്യാപകമാണ്. അതേ സ്ഥാനത്ത് കള്ളശൈഖമാർക്കും വ്യാപകമായി പോകുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഈ കാലഘട്ടം ഒന്നും കൂടി ആ വിഷയത്തിൽ കൂടുതലായി പോയെങ്കിലും അക്കാലത്ത് ഉറുദു മേഖലകളിൽ പ്രത്യേകിച്ചും ഭദ്രാവതി, ദാവണികര ആ ഭാഗത്ത് ഒരുപാട് കള്ളത്തൊരീക്കത്തിന്റെ ആളുകളും അതുപോലെ ഷിർക്ക്, അഹ്ലു ഷിർക്കിന്റെ ഖുറാഫാത്തും
അതുപോലെ ഉള്ള റുസൂമ് ഖുറാഫാത്ത് എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബദ്രാവത്തി മൗലിയറുപ്പ മഹാന്മാര് പഠിപ്പിച്ച ഇസ്മ മുബാറക്ക് കൊണ്ടിട്ട് അസ്മാഉൽ ഹുസ്നയെ തവസ്സുലാക്കി, അസ്മാഉൽ ബദ്രീനെ തവസ്സുലാക്കി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ട് സൃഷ്ടികൾക്ക് ഒരുപാട് ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അൽ മുനബ്ബിഹാത്തു അൽ ഇസ്തിഗ്ദാദ് ലി യൗമിൽ മആദിലൊക്കെ രേഖപ്പെടുത്തുന്നതുപോലെ ഷൈആനി ലാ അഫ്ദല മിൻഹുമാ, അതായത് രണ്ട് വസ്തുക്കൾ അതിനേക്കാൾ മഹത്വമുള്ള വേറെയില്ല. ഒന്ന് അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം, അതുകൂടെ അന്നഫ് ബിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് ഉപകാരം ചെയ്യുക, ജനങ്ങൾക്ക് ഖിദ്മത്തുൽ ഖൽഖ് ചെയ്യുക, ഖിദ്മത്തുൻ നാസ്, ജനങ്ങൾക്ക് ഉപകാരം, അഫ്ദൽ നാസ് മൻ യൻഫഉ നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാന്ന് പറഞ്ഞത് വലിയ മഹത്വം, ആ ഒരു കാര്യം ചെയ്യുക. അതേപോലെ രണ്ട് വസ്തുക്കൾ അള്ളാഹുവിനക്ക് വളരെ ഇഷ്ടമില്ലാത്തത്, അത് അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് ശിർക്ക് വെക്കുക, അതുകൊണ്ട് അല്ലറു ബിൽ മുസ്ലിമീൻ, ജനങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് അതുപോലെ മറ്റു ജനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് ചെയ്യുക, ഉപദ്രവം ചെയ്യുക. ഈ കാര്യങ്ങൾ ഇല്ലാതെയാക്കാൻ ബഹുമാനപ്പെട്ടവർ വെറും വാക്കുകൊണ്ടല്ല പ്രവർത്തനം കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ ചെയ്തിട്ടുണ്ട്. അള്ളാഹുർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. സാന്ത്വന പ്രവർത്തനങ്ങൾ, സൃഷ്ടികൾക്ക് ഖിദ്മത്ത് ചെയ്യുക എന്ന വിഷയത്തിൽ പലപ്പോഴും പല ത്യാഗങ്ങളും ചെയ്തിട്ട് കർമ്മങ്ങളെല്ലാം പ്രവർത്തിച്ച വ്യക്തിത്വമാണ് ബദ്രാവത്തി മൗലിയറുപ്പ. ഏതായാലും ബദ്രാവത്തി മൗലിയറുപ്പാക്ക് മഹാന്മാരോടും വലിയ ബന്ധം. ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് യാസീൻ ഓതുകയും യാസീൻ ഓദിപ്പിക്കുകയും ചെയ്യും. എപ്പോഴും ബദ്രീങ്ങൾ വരെ യാസീൻ ഓതുക, ചെർക്കലൂർ അബ്ദുറഹ്മാൻ മുസ്ലിം റഹിമഹുല്ലാഹിന് വരെ യാസീൻ ഓതുക. അങ്ങനെയുള്ള ഒരുപാട് മഹാന്മാരുടെ യാസീൻ ഓതാണ്, അതുപോലെ തവസ്സുലാക്കാണ്, പ്രാർത്ഥിക്കാണ്, എപ്പോഴും നസീഹത്ത് ചെയ്യും. മാത്രമല്ല മഹാന്മാർ കൊടുത്ത ഇജാസാത്ത്, ആ ഇജാസാത്ത് ക്രമപ്രകാരം നടത്തും, കഴിവതും മുടങ്ങാത്ത വിധത്തിൽ. എത്ര ബിസിണ്ടെങ്കിലും സ്വാലിഹീങ്ങൾക്ക് ഖൈറുകൾ മുടങ്ങാറില്ല. അതാണ് സ്വാലിഹീങ്ങളുടെ വലിയ തൗഫീഖുകൾ. എത്ര ബിസി ഉണ്ടെങ്കിലും സാധാരണ ഉള്ള ഖൈറായ കാര്യങ്ങളൊന്നും മുടങ്ങൂല. അതാണ് സ്വാലിഹീങ്ങളുടെ സ്വഭാവം. അത് ബദ്രാവത്തി മൗലിയറുപ്പാപ്പിൽ പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്. എത്ര തിരക്കുണ്ടെങ്കിലും ചില ഔറാദ്, ചില ഇജാസാത്ത്, നിസ്കാരമെല്ലാം കൃത്യമായി അതെല്ലാം ക്രമപ്രകാരം ചെയ്തിരുന്ന വ്യക്തിത്വമാണ് ബദ്രാവത്തി മൗലിയറുപ്പ. മഗ്രിബിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ ഇയാനത്ത് ത്വാലിബീനിലും അതുപോലെ ആലാ ഹദറത്ത് ഇമാം മുഹമ്മദ് റഹിമഹുല്ലാഹ് അൽ വലീഫത്തുൽ കരീമയിലേക്ക് ഒരുപാട് മഹത്വം പറഞ്ഞ ദിക്ർ. അതുപോലെ ഇശായിന് ശേഷം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഒരുപാട് ഹമ്മിനിക്ക് ഒരുപാട് ദീനിയായ ദുനിയവിയായ ഉഖ്റവിയായ മഖാസിദിക്ക് ഒരുപാട് നേട്ടമുള്ള വസ്തുക്കളായ ഹൗഖലത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, അത് ധാരാളം ചെല്ലും. അതുപോലെ ഉള്ള അദ്കാർ, സ്വലവാത്ത്, തസ്ലീമാത്ത് എല്ലാം ധാരാളം ചെല്ലും. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങേ അറ്റത്തെ സ്നേഹം. മക്ക മദീനയുടെ പേര് കേൾക്കുമ്പോൾ വല്ലാത്ത ആവേശമായിരുന്നു ബദ്രാവത്തി മൗലിയറുപ്പാപ്പാക്ക്. അള്ളാഹുർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അവിടുത്തെ ആണ്ട് ദിനമാണ് മുഹറം 1. അള്ളാഹു താല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ ദർസ്, ഈ ഇൽമ് എല്ലാം അതിൻ്റെ മിസ്ൽ സവാബ് ബദ്രാവത്തി മൗലിയറുപ്പാക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ഉസ്താദ് പോലെ അതുപോലെ ഇൽമിനെ പ്രേരിപ്പിച്ച, ദർസിനിക്ക് പ്രേരിപ്പിച്ച പല കള്ളത്തുരീക്കത്തുകാരെ കൊണ്ട് ദർസിനോട് വെറുപ്പുള്ള കാലഘട്ടത്തിൽ സുബ്ഹാന ജല്ല ജലാലുഹു ദർസ് പഠിക്കാൻ പോയാൽ ഫഅലു പോലത്തത് മാത്രമേ പഠിക്കുള്ളൂ, ആഖിറത്തിൻ്റെയും ഖബറിനെ കുറിച്ച് ചിന്തകളൊന്നും പഠിപ്പിക്കൂല എന്ന് ചില കള്ളത്തുരീക്കത്തുകാർ മനസ്സിൽ നിറച്ചപ്പോൾ, മൈൻഡ് സെറ്റിംഗ് ആക്കിയപ്പോൾ, ആ സമയത്ത് അള്ളാഹു ഒരു നിഅമത്തായി നൽകിയ വ്യക്തിത്വമാണ് ബദ്രാവത്തി മൗലിയറുപ്പ. ബദ്രാവത്തി മൗലിയറുപ്പയാണ് ദർസിന് തർഗീബ് നൽകിയത്, ദർസിന് പ്രേരണ നൽകിയത്. മാത്രമല്ല ദർസ് പഠന സമയം ഒരുപാട് സ്വന്തം മകനെപ്പോലെ ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യുകയും അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് ബദ്രാവത്തി മൗലിയറുപ്പ. എത്രമാത്രം നമ്മുടെ അൽ മക്തബത്തുൽ അംജദിയ എന്ന് പറയുന്ന ഇമാം ഷാരിയാത്തി റഹ്മത്തുള്ളാഹിയുടെ ബറക്കത്ത് കൊണ്ട്, സദറുശരിയ റഹ്മത്തുള്ളാഹിയുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ദുനിയാവിൽ കിട്ടിയ വലിയ ഒരു നിഅമത്ത്.
അൽ മക്തബത്തുൽ അംജദിയ. ആ അൽ മക്തബത്തുൽ അംജദിയക്ക് തുടക്കത്തിലെ ഗ്രന്ഥങ്ങൾ ഈ സ്കൂളിൽ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ പ്രൈസായി കിട്ടിയ ദിക്റെ ഹബീബ് അല ഹസ്രത്ത് റഹിമഹുല്ലാന്റെ ശിഷ്യനായ മുബല്ലിഗുൽ ഇസ്ലാം അബ്ദുൽ അലീം അസ്സദ്ദീഖി അൽ മീററ്റി റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥം. അതിൻ്റെ ശേഷം ആദ്യമായി കിതാബ് വാങ്ങിയത് ഇയാനത്തു ത്വാലിബീൻ ഫത്തുഹുൽ മുഈൻ്റെ ഹാഷിയ. ചില്ലറ എന്തോ ഞാൻ സൂക്ഷിക്കാൻ കൊടുത്തിരുന്നു ബദ്രാവത്തി മൗലവിപ്പാൻ്റെ കയ്യിൽ. പക്ഷേ അത് എനിക്ക് തന്നത്, അത് പോസ്റ്റ് ബൈ അയച്ചു തന്നത് ചൂനൂരിൽ പഠിക്കുന്ന കാലത്താണ്. ആ പൈസ കൊണ്ടിട്ടാണ് ആദ്യമായി ഇയാനത്തു ത്വാലിബീൻ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥം വാങ്ങിയത്. ആ കിതാബ് വാങ്ങിയ ശേഷം ചൂനൂർ ഉസ്താദ് ഹഫ്ളഹുല്ലാൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് ഇങ്ങനെ ഇയാനത്തു ത്വാലിബീൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് വല്ലാതെ സന്തോഷിച്ചു. ആരെങ്കിലും പൈസ കിട്ടിയാൽ പ്രത്യക്ഷമായ ഡെക്കറേഷൻ വസ്ത്രത്തിന് വേണ്ടിയും മറ്റു വസ്തുക്കൾക്ക് വേണ്ടി ആ ചെലവാക്കൽ, നീ ആദ്യമായി കിതാബല്ല വാങ്ങിയത്, ഇത് നിനക്ക് എപ്പോഴും ഉപകരിക്കുമെന്ന് ഉസ്താദ് അവർകൾ പറഞ്ഞത് ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അതിൻ്റെ ശേഷം അവിടെ ജാമിഉൽ ഖത്തം ഉണ്ടായി. ചൂനൂർ റസാ മസ്ജിദ് സ്കൂൾ പറമ്പിലെ പള്ളിൻ്റെ അടുത്തുള്ള ഒരു വലിയുമ്മ മരണപ്പെട്ടപ്പോൾ അവരുടെ പേരക്കുട്ടി അവരൊക്കെ കൂടിയിട്ട് ജാമിഉൽ ഖത്തം നടത്തിയപ്പോൾ ആ ജാമിഉൽ ഖത്തമിൻ്റെ ഒരു ഹദിയ തന്നപ്പോൾ ആ ഹദിയയിൽ നിന്നാണ് മിർഖാത്തുൽ മഫാത്തിഹ്, ഷർഹ് മിസ്കാത്തുൽ മസാബി തുടങ്ങിയ ഗ്രന്ഥങ്ങൾ വാങ്ങിയത്. അപ്പോൾ ഏതായാലും ഇയാനത്തു ത്വാലിബീൻ മക്തബക്ക് ആദ്യമായി വാങ്ങിയത് അതിൻ്റെ അമാനത്ത് ബഹുമാനപ്പെട്ട ഭദ്രാവതി മൗലവിപ്പാപ്പാൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. അള്ളാഹു അവരെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ജസാഹുല്ലാഹു ഖൈറൻ ഖൈറൽ ജസാ. ചുരുക്കി പറയുകയാണെങ്കിൽ ഭദ്രാവതി മൗലവിപ്പാപ്പ ഇൽമിനെയും കിതാബുകളെയും ഇൽമിൻ്റെ അഹ്ലികാരെയും വല്ലാതെ സ്നേഹിച്ചിരുന്ന വ്യക്തിത്വമാണ്. മഹാന്മാരുടെ ഇജാസാത്തെല്ലാം മുറുകെപ്പോലെ കൊണ്ടുവന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് ഭദ്രാവതി മൗലവിപ്പാപ്പ. അള്ളാഹുർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ഏതായാലും ഇബാദത്തിൻ്റെ കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ പാലിച്ചിരുന്ന വ്യക്തിത്വമാണ്. എന്ത് മുസീബത്ത് വരുമ്പോൾ, വിഷമം വരുമ്പോഴും ദുനിയാവല്ലേ അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ, ദുനിയാവല്ലേ, ദുനിയാവിൽ വിഷമമുണ്ടാവല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സബറിൻ്റെ മൃഗം പിടിച്ചിരുന്ന വ്യക്തിത്വമാണ് ഭദ്രാവതി മൗലവിപ്പാപ്പ. കാരണം ദുനിയാവിൽ മുഅ്മിനായ മനുഷ്യനിക്ക് 2 വസ്തു എപ്പോഴും വേണം. ഒന്ന് സബർ, ഒന്ന് ശുക്ർ. അള്ളാഹു തന്ന നിഅമത്തിലേക്ക് ധാരാളം ശുക്ർ ചെയ്യണം. അള്ളാഹു തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുമ്പോൾ നിഅമത്തുകൾ അള്ളാഹു കൂട്ടിത്തരും. ലഇൻ ശകർതും ലഅസീദന്നക്കും. അതോടുകൂടി മുസീബത്ത് വരുമ്പോൾ സബർ ചെയ്യണം. അപ്പോൾ അള്ളാഹു നമ്മുടെ വിഷമങ്ങളും സബർ ചെയ്യുമ്പോൾ നമുക്ക് ആ മുസീബത്തൊന്നും വെറുതെയാവൂല. ദുനിയാവിൽ ആ സബർ ചെയ്യുമ്പോൾ നമ്മുടെ ദോഷങ്ങളൊക്കെ മാഫാകാണത് കാരണമാണ്. ആഖിറത്തിൽ വലിയ സ്ഥാനം കിട്ടാൻ കാരണമാണ്. മാത്രമല്ല ദുനിയാവിൽ തന്നെ ഇന്ന മഅൽ ഉസ്രി യുസ്റാ വ ഇന്ന മഅൽ ഉസ്രി യുസ്റാ, അത് പ്രയാസങ്ങൾ അകറ്റാനും കാരണമാകും. അപ്പം അതുകൊണ്ട് സബർ ശുക്ർ നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അപ്പം ഏതായാലും ഭദ്രാവതി മൗലവിപ്പാപ്പ പിന്നീട് ഭാര്യ പിതാവ് ആയി. ആ നിലക്ക് പിതാവിനെ സംബന്ധിച്ചുള്ള മാതാപിതാക്കളെ ഹുഖൂഖിനെ സംബന്ധിച്ച് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. അൽ ഹുഖൂഖു ലിതർഹിൽ ഹുഖൂഖ്. അൽ ഹുഖൂഖു ലിതർഹിൽ ഹുഖൂഖ് 1307 ഹിജ്റയിൽ എഴുതിയ ഫതാവ റദ്വിയ അൽ അത്വായ നബവിയ ഫിൽ ഫതാവ റദ്വിയുടെ 24-ാം വാല്യത്തിലുള്ള മഹത്തായ ആ റിസാല. ഒരു പിതാവിനിക്ക് എന്തെല്ലാം ഹുഖൂഖ് നമ്മൾ പാലിക്കേണ്ടതുണ്ട്, ജീവിതകാലത്തും വേണം, മരണപ്പെട്ടതിന് ശേഷം വേണം. ഒരുപാട് ഹദീസുകളിൽ കാണാം ത്വാഅത്തുല്ലാഹി ത്വാഅത്തുൽ വാലിദി വ മഅസിയത്തുല്ലാഹി മഅസിയത്തുൽ വാലിദി. അല്ലാഹുവിനിക്ക് ഇത്വാഅത്ത്, അത് പിതാവിന്റെ ഇത്വാഅത്താണ്. പിതാവിന്റെ ഇത്വാഅത്ത്, പിതാവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അനുസരിക്കലാണ്. പിതാവിനിക്ക് മാറ് കാണിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനിക്ക് മാറ് കാണിക്കലാണ്. ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ മുഅ്ജമുൽ ഔസത്തിൽ 2276 ഹദീസിൽ ഉദ്ധരിച്ച 3-ാം വാല്യം 134 പേജിലുള്ള ഹദീസ്. മാത്രമല്ല റിളല്ലാഹി ഫീ റിളൽ വാലിദി വ സുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദി. ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി ജാമിഉ തുർമുദിലെ അബ്വാബിൽ ബിർരി വസ്സില ബാബു മാ ജാഅ മിനൽ ഫദ്ലി ഫീ റിളൽ വാലിദൈൻ 2-ാം വാല്യം 12-ാമത്തെ പേജിലുള്ള ഈ ഹദീസ്. അല്ലാഹുവിന്റെ പൊരുത്തമാണ് അള്ളാഹുവിന്റെ പൊരുത്തം പിതാവിന്റെ പൊരുത്തത്തിൽ, അള്ളാഹുവിന്റെ കോപ്പം, അള്ളാഹുവിന്റെ സുഖത്ത് പിതാവിന്റെ കോപ്പത്തിലാണ് ഉള്ളത് എന്ന് ഇമാം തുർമുദി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. മാത്രമല്ല ഒരുപാട് ഹദീസുകൾ മാതാവിനെ കുറിച്ചും പിതാവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിൽപ്പെട്ട ഒന്ന് ഹുമാ ജന്നത്തുക വ നാറുക,
നിന്റെ മാതാപിതാക്കൾ നിനക്ക് സ്വർഗവുമാണ് നരകവുമാണ്. നീ അവരെ ഹുക്കൂക്ക് പാലിച്ച് അവരെ സന്തോഷിപ്പിച്ചാൽ നിനക്കത് സ്വർഗം, അല്ല നീ അവരെ ബുദ്ധിമുട്ടാക്കിയാൽ, അവരെ ഹുക്കൂക്ക് പാലിക്കാതെ അവരെ ഉപദ്രവിച്ചാലോ അവർ രണ്ടുപേരും നിന്നെ നരകത്തിലും കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ അവരെ കാരണം നീ നരകത്തിലും പോകും എന്ന്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി ജാമി തുർമുദിയിൽ തന്നെ 2-ാം വാല്യം 12-ാമത്തെ പേജിൽ പറഞ്ഞ അൽ വലദു ഔസതു അബ്വാബിൽ ജന്ന ഫഇൻ ശിഅത ഫലിദാലികൽ ബാബ വഅഹ്ഫദുഹു. അതായത് പിതാവ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളിൽ മധ്യത്തെ വാതിലാണ്. നീ ഉദ്ദേശിച്ചാൽ അത് നഷ്ടപ്പെടുത്തിക്കോ, അല്ല നീ ഉദ്ദേശിച്ചാൽ ആ പിതാവിനെ നീ സൂക്ഷിച്ചോ, ആ വാതിലിനെ സൂക്ഷിച്ചോ എന്ന് ഒരു ഹദീസ് കാണാം. ഇമാം തുർമുദി തങ്ങളും ഇബ്നു മാജയും ഇബ്നു ഹിബ്ബാൻ തങ്ങൾ അബൂ ദർദാ റളിയല്ലാഹു തൊട്ടൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മാത്രമല്ല ഒരു ഹദീസിൽ കാണാം, സലാസത്തുൽ ലാ യദ്ഖുലൂനൽ ജന്ന അൽ ആഖിലു വാലിദൈഹി വദ്ദയ്യൂസ് വറജലതു മിനൻ നിസാ. നസായി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 3 ആളുകൾ സ്വർഗത്ത് പോകില്ല. ഒന്ന് ഉമ്മാനിപ്പാനി ബുദ്ധിമുട്ടാക്കുന്നവർ, രണ്ടാമത് ദയ്യൂസ്. ദയ്യൂസ് എന്ന് പറഞ്ഞാലോ സ്വന്തം അണ്ടറുള്ള സ്ത്രീകളെ അന്യപുരുഷന്മാരിലേക്ക് പ്രദർശിപ്പിക്കുന്നവൻ, സ്വന്തം അണ്ടറുള്ള ഭാര്യയോ മക്കളൊക്കെ അന്യപുരുഷന്മാരുടെ മുമ്പ് പോകുന്നതിനൊക്കെ അതിനൊന്നും വെറുപ്പ് കാണിക്കാത്തവൻ ദയ്യൂസ് എന്ന് പറയും. അതേപോലെ പുരുഷന്മാരെ വേഷം ധരിക്കുന്ന പെണ്ണുങ്ങൾ, ഇവർക്ക് അല്ലാഹു തആല സ്വർഗം കൊടുക്കൂല എന്ന് ഒരു ഹദീസിൽ കാണാം. അതുകൊണ്ട് ഈ ഹദീസിന്റെ ഗൗറൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. മാത്രമല്ല സലാസത്തുൽ ലാ യഖ്ബലുല്ലാഹു അസ്സ വജൽ മിൻഹും സർഫൻ വലാ അദ്ലാ. അതായത് 3 ആൾക്കാർ അല്ലാഹു തആല ഒരു ഫർളും ഒരു സുന്നത്തൊന്നും സ്വീകരിക്കൂല. അതിൽ പെട്ട ഒന്നാണ് ആഖ്വൻ, അതായത് ഉമ്മാനിപ്പാനി ബുദ്ധിമുട്ടാക്കുന്നവർ. മന്നാൻ പറഞ്ഞാൽ ആർക്കും ഗുണം ചെയ്യാം, സ്വതക്ക ചെയ്യാം, എന്നിട്ട് പറയാം ഞാൻ അത്ര കൊടുത്തില്ലേ, അത്ര തന്നീല്, എഹ്സാൻ ജത്താന, എടുത്തത് പറയാ, ഞാൻ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ. അത് അങ്ങനെ പറയുന്നവർ ഫർളും സുന്നത്തുള്ള സ്വീകരിക്കൂല. അതുപോലെ മുഖദ്ദീബും ബിഖദ്ർ, അതായത് ഖദ്ർ, അള്ളാഹുവിനെ ഖദ്ർ കൊണ്ട് കളവാക്കുന്നവർ. എല്ലാ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ്, അള്ളാഹ് കണക്കാക്കിയതേ ഉണ്ടാവുള്ളൂ. അതിന് നിഷേധിക്കുക, തഖ്ദീറിനെ നിഷേധിക്കുക, തഖ്ദീറിനെ വിശ്വസിക്കാതിരിക്കുക, അതിനെ കളവാക്കുക, അത് അല്ലാഹു തആല അവരതൊന്നും സ്വീകരിക്കൂല. മാത്രമല്ല ഏത് ദോഷം കുല്ലു ദുനൂബി യഖറുല്ലാഹു മിൻഹാ മാ ഷാഅ ഇലാ യൗമിൽ ഖിയാമ ഇല്ലാ ഉഖൂഖുൽ വാലിദൈൻ ഫഇന്നല്ലാഹു യുഅജ്ജിലുഹു ലിസാഹിബിഹി ഫിൽ ഹയാതി ഖബലൽ മമാത്. ഏത് തെറ്റ് ചെയ്താലും ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ശിക്ഷ പിന്തിക്കും. പക്ഷേ മാതാപിതാക്കളോട് തെറ്റ് ചെയ്താലോ അവർക്ക് മാറ് കാണിച്ചാലോ അതിൻ്റെ അസർ ദുനിയാവിൽ തന്നെ കാണും. ബദ്രാത്തി മൗലവി ഇപ്പോൾ പലപ്പോഴും മാതാപിതാക്കളുടെ ഗുണം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നസീഹത്ത് ചെയ്യുമ്പോൾ ഈ ഹദീസ് എപ്പോഴും പറഞ്ഞിരുന്നു, ഏത് തെറ്റാണെങ്കിലും ആഖിറത്തിൽ ശിക്ഷ ഉണ്ടാവുള്ളൂ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കിയാൽ അത് ദുനിയാവിൽ തന്നെ കാണും എന്ന് ബഹുമാനപ്പെട്ടവർ പലപ്പോഴും പറഞ്ഞിരുന്ന വാക്കാണ്. അത് നസീഹത്ത് ചെയ്യുമ്പോഴെല്ലാം അത് പറഞ്ഞിരുന്നു. അപ്പം ഏതായാലും മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കിയാൽ അതിൻ്റെ അസർ ദുനിയാവിൽ തന്നെ കാണും. ആർക്കങ്ങനെ സംഭവിച്ചെങ്കിലും അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. മാതാപിതാക്കൾക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ധാരാളം ദുആ ചെയ്യണം. മാതാപിതാക്കൾക്ക് വേണ്ടി അവർ മരണപ്പെട്ടാൽ, പ്രത്യേകിച്ചും നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടാൽ അവരെ മഗ്ഫിറത്തിന് വേണ്ടി ദ്വാരിക്കാൻ പറ്റുന്ന സമയങ്ങളെല്ലാം ഖബർ സിയാറത്ത് ചെയ്യുക, അവരെ ഹുഖൂഖ് പാലിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. മാത്രമല്ല അവരോട് ബന്ധമുള്ളവരെ അക്രിം സ്വദീഖഹുമാ, അവരുടെ സുഹൃത്തുക്കളെ ബഹുമാനിക്കുക. ഇന്ന അബറിൽ ബിർരി സിലത്തുർ റജി അഹ്ലു ഉദ്ദി അബീഹി, നല്ലവരിൽ ഏറ്റവും നല്ലൊരു, അതായത് പിതാവിന്റെ സുഹൃത്തുക്കളോട് നല്ല നിലക്ക് പെരുമാറുക. യഅ്ദുകുമുല്ലാഹു അൻ തഊദു ലിമിസ്ലിഹി അബദൻ ഇൻ കുൻതും മുഅ്മിനീൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതും അതിന്റെ തഫ്സീറുകളിൽ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതുപോലെ. അപ്പൊ ഏതായാലും പിതാവിന്റെ ഹക്ക്, അവർ മരണപ്പെട്ടാൽ അവരെ മഗ്ഫിറത്തിന് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുക. അവർക്ക് മഗ്ഫിറത്തിന് വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. മാത്രമല്ല അവരെ നമ്മൾ ഗുണം ധാരാളം നമ്മൾ ചെയ്യണം. അവർക്ക് സ്വതക്കകൾ ചെയ്യണം, അവരെ തൊട്ട് സ്വതക്ക ചെയ്യും. നമ്മൾ ആർക്ക് എന്ത് സ്വതക്ക കൊടുക്കുകയാണെങ്കിലും ഹദിയ കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ മിസ്ൽ സവാബ് അല്ലാഹുവേ ആ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് കൊടുക്കണേ എന്ന് മനസ്സിൽ കരുതുക. മാതാപിതാക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക. കാരണം എങ്ങനെയാണെങ്കിലും അവർ ഒരുപാട് മുമ്പ് മരണപ്പെട്ടതുകൊണ്ട് വലിയ ഭാഗ്യശാലികളാണ്.
ഈ ആഖിർ സമാന്റെ ഫിത്നകളും ഫസാദുകളും ഗീബത്തുകളും നമീമത്തുകളും അതുപോലെ ഉജുബുകളും മനസ്സിന്റെ രോഗങ്ങളുമെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന, നാവിന്റെ ദോഷങ്ങളെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, കുഫ്രിയത്തിന്റെ വാക്കുകളും ബിദ്അത്തുകളും എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുറച്ച് മുമ്പ് മരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഗനീമത്താണ്. അൽ മൗത്തു ഗനീമത്തുൻ വൽ മഅസിയത്തു മുസീബത്തുൻ. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹു സുദൂറിൽ പറഞ്ഞതുപോലെ മരണം ഒരു മുതൽക്കൂട്ടമാണ്, ദോഷം വല്ലാത്തൊരു മുസീബത്താണ്. ദിവസം തോറും സെക്കൻഡുകൾ കൂടുന്നതനുസരിച്ച് ദോഷങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിമിഷങ്ങൾ കൂടുന്നതനുസരിച്ച് ദോഷങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദിനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ദോഷങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ സൂക്ഷിച്ചാലും പരിസരമുള്ള ആളുകൾ, അവർക്ക് നമ്മളെ ഫിത്ന ഉണ്ടാകും, അല്ലെങ്കിൽ അവരുടെ ഫിത്ന നമുക്കും ഉണ്ടാകും. നാവിന്റെ ഫിത്നകൾ, ഗീബത്ത് കേൾക്കേണ്ടി വരും, ഒരുപാട് ആളുകളുടെ കുറ്റങ്ങൾ കേൾക്കേണ്ടി വരും, കുഫ്രിയത്തിന്റെ വാക്കുകൾ കേൾക്കേണ്ടി വരും. ഇങ്ങനെ പല നിലക്കും ഫിത്നയുടെ കാലഘട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളുടെ അടയാളങ്ങൾ പറഞ്ഞ എത്ര ഫിത്നകൾ കിതാബുൽ ഫിതൻ, കിതാബുൽ മലാഹിമിലൊക്കെ മുഹദ്ദിസീങ്ങളൊക്കെ ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫിത്നകളൊക്കെ കാണുമ്പോൾ കുറച്ച് മുമ്പ് മരണപ്പെട്ടവർ വലിയ ഭാഗ്യശാലികളാണ്. അതാണ് മരണത്തിനും മഹത്വമുണ്ട് എന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി ശറഹു സുദൂറിൽ രേഖപ്പെടുത്തിയത്. ആഖിർ സമാനിൽ ജീവിക്കുന്നവർ ഫബത്തുനിൽ അർളി ഖൈറും മിൻ ലഹരിഹാ, ഖബറിൽ കിടക്കുന്ന ആള് എന്നെക്കാളും അതാണ് ഖൈർ. ഫബത്തുനിൽ ഖൈറും മിൻ ലഹരിഹാ, ഈ ഭൂമിന്റെ മുകളിൽ താമസിക്കുന്നേക്കാൾ ഖൈർ ഭൂമിന്റെ താഴെ താമസിക്കലാണ് നല്ലത് എന്ന് പറയുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1450 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അവ ചുരുക്കി പറയുകയാണെങ്കിൽ അവർ നമ്മളെക്കാളും മരണപ്പെട്ടുപോയി എന്ന് പറഞ്ഞാൽ അതോടുകൂടി വലിയ ദീർഘായുസുള്ള ആളായിരുന്നു. ഇന്ന മിൻ സആദത്തിൽ മർഇ യതൂല ഹയാതുഹു, ദീർഘായുസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ വലിയ വിജയമാണ് എന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി ശറഹു സുദൂറിലും ഇമാം ഖുർത്തുബി തങ്ങൾ റഹിമഹുല്ലാഹ് അവിടുത്തെ തദ്കിറത്തുൽ ഖുർത്തുബിലൊക്കെ പറഞ്ഞതുപോലെ വലിയ ദീർഘായുസിലൂടെ പ്രാർത്ഥിക്കുകയും ദീർഘായുസ് ലഭിച്ച വ്യക്തിത്വമാണ്. ഒരുപാട് രോഗങ്ങളും സബർ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരാൾ മരണപ്പെട്ടപ്പോൾ ചിലർ പറഞ്ഞു ഒരു രോഗമില്ലാതെ മരിച്ചതാണ് വല്ലാത്ത ഭാഗ്യശാലിയാണ്. അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് എന്തറിയാം, രോഗം ഉണ്ടായി അത് സബർ ചെയ്ത് മരിക്കുമ്പോൾ അവർ എത്ര ദോഷങ്ങളാണ് മാഫാകുന്നത് നിങ്ങൾക്ക് എന്തറിയാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് ചില മഹാന്മാർ ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ രോഗം വന്ന് സബർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ മഹത്വമാണ്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ സബറിനെ സംബന്ധിച്ച് എത്രയാണ് പറഞ്ഞത്. ഇസ്തഈനു ബിസ്സബ്ർ, സബർ കൊണ്ട് സഹായം തേടാൻ പോലും അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ഇന്നല്ലാഹ യുഹിബ്ബുസ് സാബിരീൻ. സ്വാബിരീങ്ങളെ സംബന്ധിച്ച് ഒരുപാട് മഹത്വങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അഹാദീസിലും ഒരുപാട് പറഞ്ഞു. അപ്പൊ ഏതായാലും ഒരുപാട് സബർ ചെയ്ത വ്യക്തിത്വമാണ് ബദ്രാവത്തി മൗലവി. അതുകൊണ്ട് ആ ബദ്രാവത്തി മൗലവി അല്ലാഹുർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. കുടുംബങ്ങൾക്കൊക്കെ അല്ലാഹു തആല ഖൈറ്, ലുത്ഫ്, സലാമത്ത്, ഇസ്തിഖാമത്ത്, സഅദത്തുദ്ദാർ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഏതായാലും ബദ്രാവത്തി മൗലവി കടമേരി നിന്ന് ബദ്രാവത്തിയിലേക്ക് വന്ന വ്യക്തിത്വം, കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് വന്ന് കർണാടകയിൽ ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങൾ, ഖിദ്മത്തുൽ ഖൽഖ്, അതുപോലെ ആലിമീങ്ങളെയും സ്വാലിഹീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും സ്നേഹിക്കുകയും അതിനുവേണ്ടിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങളും പ്രവർത്തിച്ച വ്യക്തിത്വമാണ് ബദ്രാവത്തി മൗലവി. അള്ളാഹുർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അവിടുത്തെ കുടുംബം കടമേരി കണ്ണൂരിലൊക്കെ ആദ്യ ഭാര്യയും അതുപോലെ ഏകദേശം 3 മക്കൾ, അതുപോലെ ബദ്രാവത്തിൽ രണ്ടാമത്തെ ഭാര്യയും ഏകദേശം 9 മക്കൾ, 3 ആമക്കൾ, അതുപോലെ 5 പെമ്മക്കൾ. അല്ലാഹു തആല എല്ലാ മക്കൾക്കും അർഹമായ അഹ്സനായ ആളമായ ജസാ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ബദ്രാവത്തി മൗലവിപ്പാക്കും അതുപോലെ ആ കുടുംബത്തിലെ മാതാവ് അവർക്കൊക്കെ ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്ത വ്യക്തിത്വങ്ങളുണ്ട്. അവരെ കാണാൻ പല നിലക്കും സാധിച്ചിട്ടില്ലെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ അധികരിപ്പിച്ചവരുമുണ്ട്. അതുപോലെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവരുമുണ്ട്. അതോടുകൂടെ ആ വീട്ടിൽ താമസിപ്പിച്ചുകൊണ്ട് എല്ലാ നിലക്കും സൗകര്യങ്ങൾ ചെയ്ത് ചികിത്സ നടത്തി അധ്വാനിച്ചവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഇരുവീട്ടിലും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഏതായാലും ബദ്രാവത്തി മൗലവിയുടെ കുടുംബം ബദ്രാവത്തി മൂപ്പ കമ്പൗണ്ട് അൻവർ കാലോനി ഇപ്പോൾ
മൂപ്പ കമ്പൗണ്ട്, ഹൗസിംഗ് ബോർഡ്, മൂപ്പ കമ്പൗണ്ട്, അതുപോലെ അന്നൂർ കല്ലി മുഅ്മിൻ മൊഹല്ല, അതുപോലെ അവിടുത്തെ കുടുംബം റിപ്പിൻപേട്ട്, കേരവിളിച്ച്, കടമേരി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, കാവൽക്കട്ടയിലും ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറ്, ലുത്തുഫ്, ആഫിയത്ത്, സലാമത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏതായാലും ഭദ്രാവതി മൗലൂരുപ്പ 3 ആമക്കൾ, അവർക്കൊക്കെ അള്ളാഹു ഖൈറുകൾ ചെയ്യട്ടെ. അതുപോലെ 5 പെമ്മക്കൾ, കെരവിളിച്ചി മുതൽ പിന്നെ റിപ്പിൻപേട്ട്, അങ്ങനെ ഭദ്രാവതി, അങ്ങനെ കാവൽക്കട്ട്, ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ വിവാഹം ചെയ്തു കൊടുത്തവർ, ആ പെമ്മക്കൾക്കും അള്ളാഹു താല ഖൈറുകൾ ചെയ്യട്ടെ. അതുപോലെ ഈ കുടുംബത്തിലെ മരുമക്കൾ, ദാമാദുകളും ബഹുകളും അള്ളാഹു എല്ലാവർക്കും അർഹമായ ആഫിയത്തും ഖൈറും ലുത്തുഫും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഏതായാലും ഈ കുടുംബം പരന്നു കിടക്കുന്നുണ്ട്. ഈ കുടുംബത്തിൽ പലരും മരണപ്പെട്ടു പോയി. ഈ കുടുംബത്തിലെ മാതാപിതാവിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ, ആ കുടുംബത്തിലെ വലിയുപ്പ വലിയുമ്മ, ഈ കുടുംബത്തിലെ ഉമ്മയുടെ മാതാപിതാക്കൾ അടക്കമുള്ള അമ്മാവൻ, അതുപോലെ ഈ കുടുംബത്തിലെ അമ്മാവന്മാർ, ഉമ്മയുടെ ഭാഗത്തിൽ നിന്ന് അമ്മാവന്മാരും, അതുപോലെ മർഹൂം ഇസ്ഹാഖ് അടക്കം, അതുപോലെ പിതാവിൻ്റെ കുടുംബത്തിൽ നിന്ന് എളാപ്പ അബൂ സ്വാലിഹ് എളാപ്പടക്കം, അങ്ങനെ ഒരുപാട് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അതുപോലെ മൂപ്പ കമ്പൗണ്ട് കുടുംബത്തിൽ നിന്ന് അടുത്തടുത്ത് ഹജ്ജിന് പോയി വന്നവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ അള്ളാഹു തല സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും മൂപ്പ കമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ അടുത്ത് എപ്പോഴും പോയിരുന്ന ആളാണ് മൂപ്പ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിത്വം. അവർ ആശീർവാദം പൊരുത്തം വാങ്ങിയിട്ടാണ് ഭദ്രാവതിയിലേക്ക് വന്നിരുന്നത്. ഏതായാലും അള്ളാഹു താല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭദ്രാവതി മൗലൂരുപ്പ നമുക്ക് ഒരുപാട് വിഷയത്തിൽ മുഖത്തദ റോൾ മോഡലായിരുന്നു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. നമ്മയും അവരെയും സുഖലോക സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും ഭദ്രാവതി മൗലൂരുപ്പ തവസ്സുൽ ചെയ്തിരുന്ന ബദ്രീങ്ങളെയും അതുപോലെ അഹ്ലു ബൈത്തിനെയും അതുപോലെ ഉലമാ മശായിഖ് അഹ്ലുസുന്നയൊക്കെ തവസ്സുലാക്കി നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഈ കുടുംബത്തിലെ എല്ലാ മക്കൾക്ക്, ഭദ്രാവതി മൗലൂരുപ്പാൻ്റെ ഏകദേശം 12ഓളം മക്കൾ, ആ മക്കൾക്ക് അല്ലാഹു തആല എല്ലാവർക്കും ഖൈറ്, ലുത്ഫ്, ആഫിയത്ത്, സലാമത്ത്, ഇസ്തിഖാമത്ത്, സആദത്തു ദാറൈൻ, ചിന്തശക്തി, ബുദ്ധിശക്തി, ഓർമ്മശക്തി എല്ലാം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മക്കളെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ പരസ്പരം സ്നേഹിക്കാനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ പരസ്പരം ഐക്യത്തിലുമെല്ലാം ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും പല കാരണം കൊണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശനം ഉണ്ടാവില്ല, കാണാൻ പോകാറില്ല. ചിലപ്പോൾ ശരീരം ദൂരെ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റോ കാരണങ്ങൾ ഉണ്ടാകും. എല്ലാം അള്ളാഹു അറിയുന്നു, അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുന്നു. പക്ഷേ നമ്മുടെ നാവുകളും നമ്മുടെ മനസ്സുകളും എപ്പോഴും സൂക്ഷിക്കുക. ആരെയും നിസ്സാരപ്പെടുത്താതെ, ആരെയും താഴ്ത്തിക്കെട്ടാതെ, എല്ലാം മറ്റുള്ളവരുടെ അയവുകളും ന്യൂനതകളും വീഴ്ചകൾ നോക്കാതെ, തെറ്റുകൾ നമ്മളെ ഭാഗത്തുണ്ട് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചിന്തിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ ഖൗഫിലായി അള്ളാഹുവിനോട് ദോഷങ്ങൾ മാഫ് ചോദിക്കുക. നമ്മൾ ചെയ്ത നന്മകൾ വളരെ കുറവാണെന്ന ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ ദോഷങ്ങളാണെങ്കിലോ ആയിരക്കണക്കല്ല, 10,000 ലക്ഷക്കണക്കല്ല, കോടിക്കണക്കല്ല, മില്യൺ കണക്കല്ല, ബില്യൺ കണക്കല്ല, അതിനേക്കാളും അപ്പുറം ദോഷങ്ങളാണ് നമ്മുടെ ദോഷങ്ങളുള്ളത്. എന്നാൽ നന്മകൾ വളരെ കുറച്ചാണ്, സൽക്കർമ്മങ്ങൾ വളരെ കുറച്ചാണ്. അതും തന്നെ ഇഖ്ലാസ് ഇല്ലാത്ത, റിയാ ഉള്ള, മനസ്സൊരു ഭാഗത്ത് ശരീരം ഒരു ഭാഗത്ത്, ആ വിധത്തിൽ ചിന്ത ഒന്നും സാന്നിധ്യമൊന്നുമില്ലാത്ത, മനസ്സിന്റെ സാന്നിധ്യമില്ലാത്ത ഏതൊക്കെയോ വിധത്തിലാണ് ഇബാദത്തുകൾ. അതോടുകൂടെ അയിമത്ത് പഠിപ്പിച്ച, ഇമാമിങ്ങൾ പഠിപ്പിച്ച അദബുകളോ ഷർത്തുകളോ അതിൻ്റെ കാര്യങ്ങളൊന്നും നിറവേറ്റാത്ത വിധത്തിലാണ് നമ്മുടെ ഇബാദത്തുകൾ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് സലാമത്താക്കട്ടെ. അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കട്ടെ. അതേ സ്ഥാനത്ത് ദോഷങ്ങൾ ധാരാളമുണ്ട്. ഈ ദോഷങ്ങൾ നമ്മുടെ തലയിൽ ചുമന്ന് നടക്കുകയാണ് നമ്മൾ. ആ ചുമന്ന് നടക്കുമ്പോൾ ഇബാദത്തിൽ ടേസ്റ്റ് ഇല്ല, ഖൈറുകൾക്ക് തൗഫീഖില്ല, ഇൽമു പഠിക്കാൻ തൗഫീഖില്ല, വിവരക്കേട് ദൂരെയാക്കാൻ തൗഫീഖില്ല. ഈ ദോഷങ്ങളുടെ ഭാരം കൊണ്ടാണ് ഇതെല്ലാം നമുക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ദോഷങ്ങൾ ധാരാളമുണ്ട് എന്ന ഒരു ചിന്തയോടുകൂടെ അള്ളാഹുവിലേക്ക് എപ്പോഴും മാപ്പ് ചോദിക്കണം. ദോഷങ്ങളെ തൊട്ട് ശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 70 പ്രാവശ്യം 100 പ്രാവശ്യം അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചിരുന്നത് ദോഷികളായ ഈ ഉമ്മത്തിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണ്.
ധാരാളം ദോഷങ്ങൾക്ക് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മൾ മഗ്ഫിറത്ത് തേടണം. മലായികത്ത് അമ്പിയാക്കൾ മാത്രമേ മഅസൂമിങ്ങളുള്ളൂ, ദോഷങ്ങളെ തൊട്ട് ശുദ്ധന്മാരാണ്. ബാക്കി എല്ലാ സ്വഹാബത്ത് അഹ്ലുൽ ബൈത്ത് മഹത്തുക്കളൊക്കെ ദോഷങ്ങളെ സൂക്ഷിച്ചിരുന്ന മഹ്ഫൂദീങ്ങളാണ്. അവരൊക്കെ തൗബയെ തവസ്സുലാക്കിക്കൊണ്ട്, അവിടെ നന്മകൾ തവസ്സുലാക്കിക്കൊണ്ട്, അവിടെ ഈമാനിനെ തവസ്സുലാക്കിക്കൊണ്ട് നമ്മുടെ ഈമാൻ സലാമത്തിന് വേണ്ടി, നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാൻ വേണ്ടി, നമ്മുടെ തൗബത്തിന്റെ സുഹാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഏതായാലും നമ്മുടെ ഈ കുടുംബത്തിലെ മക്കൾ, ആ മക്കൾക്ക് അള്ളാഹു ഖൈർ ചെയ്യട്ടെ. കാരണം നമ്മൾ വളരെ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ അയബുകൾ തന്നെ ധാരാളമുണ്ട്, മറ്റുള്ള അയബുകൾ നോക്കരുത്. അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ദേഷ്യം വെക്കാൻ പാടില്ല. നമ്മൾ വ്യക്തിപരമായിട്ട് വ്യക്തിത്വത്തിന് ദേഷ്യം വെച്ചാൽ നമുക്ക് തന്നെ നാശമുണ്ടാകുക. കുടുംബബന്ധത്തിന് ദേഷ്യം കൊണ്ട് ഉപകാരമില്ലെങ്കിലും ഉപദ്രവം ചെയ്യരുത്. നമ്മൾ ആ റൂട്ട് സ്വീകരിച്ചാൽ നമുക്ക് ദുനിയാവിലും വിജയമാണ്, ആഖിറത്തിലും വിജയമാണ്. അല്ലാത്ത പക്ഷം നമ്മൾ വ്യക്തിപരമായി ആരോടെങ്കിലും ദേഷ്യം വെച്ചാൽ അത് തന്നെ നമുക്ക് പല രോഗങ്ങളും ഉണ്ടാകാൻ കാരണമാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ദുനിയാവും ആഖിറവും നഷ്ടപ്പെടാൻ കാരണമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു സലാമത്ത് നൽകട്ടെ. വ്യക്തിപരമായിട്ട് ആരോടും ദേഷ്യം വേണ്ട. ഇനി ആരോടും പരസ്പരം ഇങ്ങനെ കുടുംബബന്ധം ചേർക്കുക എന്നതിലേക്ക് ബന്ധമില്ലെങ്കിലും ദുആ മറക്കരുത്. ഉദാഹരണം പറയും, 12 മക്കൾ, ആദ്യത്തെ ഭാര്യയുള്ള 3 മക്കളും രണ്ടാമത്തെ ഭാര്യയിലെ 9 മക്കളും പരസ്പരം ദുആ നടത്താതെ ഇരിക്കരുത്. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാവരും ദുആ ഇരിക്കണം. കാരണം മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാ വഖത്തിലും ദുആ ചെയ്യണം. മാതാപിതാക്കൾക്ക് ദുആ ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഭക്ഷണത്തിന് തടയപ്പെടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ റിസ്ഖില് മഹറൂമിയത്ത് വരുമെന്നും അവരെ റിസ്ഖിലെ വിശാലത ഇല്ലാതെയാകുമെന്നും മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ ബറക്കത്തില്ലാതെയാകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ മറക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ഗൈബത്തിൽ ദുആയിരിക്കുക. മുമ്പിലുണ്ടാകുമ്പോൾ ദുആയിരിക്കുന്ന പോലില്ല, മുമ്പിലില്ലാത്ത ആൾക്ക് ദുആയിരിക്കുക. അത് വലിയ മഹത്വമുണ്ടെന്ന് സിഹാമുൽ ഇസാബ ഫി ദഅവാത്തിൽ മുസ്തജാബ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പോലത്തെ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി പോലത്തെ മഹാന്മാരും ധാരാളം രേഖപ്പെടുത്തിയതായി കാണാം. ഇമാമിങ്ങൾക്ക് ഗൈബത്തിലെ ദുആ, മുമ്പിലില്ലാത്ത ഒരാൾക്ക് ഗൈബത്തിൽ നമ്മൾ ദുആയിരിക്കുക എന്ന് പറഞ്ഞ വലിയ മഹത്വമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ ദിമിയാത്തി റഹിമഹുല്ലാഹ് അൽ മതജർ റാബി ഫി സവാബിൽ അമലി സ്വാലിഹി പോലത്തെ ഗ്രന്ഥങ്ങളിലെല്ലാം രേഖപ്പെടുത്തിയതായി കാണാം. അപ്പൊ അതുകൊണ്ട് ഗൈബത്തിലെ ദുആ നമ്മൾ മറക്കരുത്. നമ്മൾ ഇത് മരണപ്പെട്ടു പോയ വ്യക്തിത്വങ്ങൾ, അമ്മൽ മുഅ്മിനൂന ഫഇന്ന അർവാഹുഹും ഫിൽ ജന്ന വഹിയ തദ്ഹബു ഹൈസു ശാഅത്ത്, മുഅ്മിനീങ്ങളുടെ റൂഹുകൾ സ്വർഗ്ഗത്തിലാണെങ്കിലും അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് പോകാൻ കഴിയും. അന്ന അർവാഹൽ മുഅ്മിന ഫി ബർസഖി മിനൽ അർളി തദ്ഹബു ഹൈസു ശാഅത്ത് വനഫ്സുൽ കാഫിർ ഫി സിജീൻ, മുഅ്മിനീങ്ങളുടെ റൂഹുകൾ അവർ ഭൂമിയിലുള്ള ബർസഖിലാണെങ്കിലും അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് പോകാൻ കഴിയും. കാഫിരീങ്ങൾ ജയിലിൽ തന്നെയാണ് ഉണ്ടാകുക, സിജീനിലാണ് ഉണ്ടാകുക. അതേപോലെ സിജീൻ എന്ന സ്ഥലത്ത് അവർ ബന്ദ് ചെയ്യപ്പെടുകയാണ്. അതേ സ്ഥാനത്ത് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല നല്ല സ്വാതന്ത്ര്യം കൊടുക്കും. ബലഗനി അന്ന അർവാഹൽ മുഅ്മിനീന മുർസിലത്തുൻ തദ്ഹബു ഹൈസു ശാഅ, അന്നർവാഹൽ മുർസലത്തുൻ, മുഅ്മിനീങ്ങളുടെ റൂഹുകളൊക്കെ ആസാദാണ്, സ്വാതന്ത്ര്യമാണ്, വിടപ്പെട്ടവരാണ്, അയച്ചുവിട്ടവരാണ്. അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് പോകാൻ അവർക്ക് കഴിയും എന്ന് ഇമാം ഇബ്നു അബി ദുനിയ റഹിമഹുല്ലാഹ് പോലത്തെ മഹാന്മാരൊക്കെ റിപ്പോർട്ട് ചെയ്തത് കാണാം. അപ്പൊ മരണപ്പെട്ടു പോയാല് നമ്മൾ സ്വാതന്ത്ര്യമാകും, ആസാദാകും. ഇപ്പൊ ജീവിതകാലത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനൊക്കെ ഭയങ്കര പല നിലക്കും, ശാരീരികമായിട്ടോ ആത്മീയമായിട്ടും ഇന്ന് പല നിലക്കും ഷർറുകൾ കൂടിയ കാലത്തിൽ നമുക്ക് അപകടവും വിഷമമാണ് പല സ്ഥലത്തും പോകുന്നത്. പല വിധത്തിൽ പല മജ്ലിസിൽ സംബന്ധിക്കുന്നത് ഒരുപാട് ഷർറുകളും കൂടിയ കാലഘട്ടമാണ്. പക്ഷേ അതേ സ്ഥാനത്ത് മരണപ്പെട്ടു പോയാൽ ഈമാൻ സലാമത്തായി മരിച്ചു കഴിഞ്ഞാലോ എവിടെയും നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് പോകാം. അപ്പൊ ഏതായാലും ഈ മുഅ്മിനീങ്ങളായ അർവാഹ് അവർ പല സ്ഥലത്തും പോകാൻ അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ മരണപ്പെട്ടു പോയ വ്യക്തിത്വങ്ങൾ അവർ നമ്മുടെ കുടുംബമായി, നമ്മുടെ വീടുമായി പല സമയത്തും അവർക്ക് ബന്ധമുണ്ടാകും. പ്രത്യേകിച്ചും പുണ്യദിനങ്ങളിൽ, പ്രത്യേകിച്ച് ഇമാം സയ്യിദ് റഹ്മത്തുള്ളാഹി ദുറുൽ ഹിസാനിൽ, അതുപോലെ ദഖായിഖുൽ അഖ്ബാറിൽ അബ്ദുറഹീം റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയതുപോലെ, മാത്രമല്ല ഇമാം മുഹമ്മദ് റഹ്മത്തുള്ളാഹി ഇത്യാനുൽ അർവാഹി ലി ദിയാരിഹിം ബഅദ റവാഹ് എന്ന് പറഞ്ഞ ഒരു കിതാബ് തന്നെ അതിനെ സംബന്ധിച്ച് രചിച്ചിട്ടുണ്ട്. അപ്പോൾ മുഅ്മിനീങ്ങളുടെ റൂഹുകൾ അവർ വീടുമായി, കുടുംബമായി പല പുണ്യസ്ഥ സമയങ്ങളിൽ പ്രത്യേകിച്ചും അവരുടെ സാന്നിധ്യം ഉണ്ടാകും. അവർക്ക് ദുആ പ്രതീക്ഷിക്കും.
അവരെ തൊട്ട് സ്വതക്കുകൾ അവർ പ്രതീക്ഷിക്കും, അവരെ തൊട്ട് ഓത്ത് അവർ പ്രതീക്ഷിക്കും. അതുകൊണ്ട് നമ്മൾ പറ്റുന്നതെല്ലാം ചെയ്യണം. ഇന്ന് ആണ്ടുദിനമാണ്. ആണ്ടുദിനം തുടക്കം കുറിക്കുക, ഇതുവരെ ചെയ്തത് ഹദിയ ചെയ്യുക, എന്താ ഖുർആൻ ഖത്മാക്കുക. എത്ര അഹമ്മദുൽ ഖാത്തിബ് സൂഫി റഹിമഹുല്ലാഹ് ഒരു ദിവസത്തിൽ 8 ഖുർആൻ ഖത്മാക്കിയ മഹാൻ. അഹമ്മദ് സിറാജ് നിസാബി റഹ്മത്തുള്ള ജീവിതത്തിൽ 7000 ഖുർആൻ ഖത്മാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയ ചെയ്തിരുന്ന മഹാന്മാർ. നമുക്ക് പറ്റുന്ന വിധത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് അധികരിപ്പിക്കുക. ദിവസവും ഒരു 10 അല്ലെങ്കിൽ 11 പ്രാവശ്യം ഓതി ഹദിയ ചെയ്യുക. അല്ലെങ്കിൽ 1000 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു സൂറത്ത് മുഹറം 10 അന്ന് ചിലരൊക്കെ രേഖപ്പെടുത്തിയതുപോലെ 1000 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്. അതോടുകൂടെ ബഹുമാനപ്പെട്ട സഫീനത്തുൽ ഖാദിരിയ പോലത്തെ ഗ്രന്ഥങ്ങളിൽ ഇതാഖത്തുൽ കുബ്ര, അതായത് സൂറത്തുൽ ഇഖ്ലാസ് 1,00,000 പ്രാവശ്യം ചൊല്ലി ഹദിയ ചെയ്യുക. ഇതാഖത്തു സുഗ്റ എന്ന് പറഞ്ഞ തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ തഹ്ലീൽ 70,000 ചൊല്ലി ഹദിയ ചെയ്യുക. അങ്ങനെല്ലാം നമ്മൾ ചെയ്ത് നമ്മൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഹദിയ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ആർക്ക് എന്ത് സ്വതക്ക, ഒരു പാനം കൊടുക്കുകയാണെങ്കിലും വെള്ളം കുടിക്കുകയാണെങ്കിലും എന്ത് സ്വതക്ക കൊടുക്കുകയാണെങ്കിലും മരണപ്പെട്ടു പോയ പിതാവിനെ തൊട്ട്, മരണപ്പെട്ടു പോയ ഉമ്മയെ തൊട്ട് എന്ന് കരുതി കൊടുക്കുക. അപ്പൊ അതിന്റെ സവാബ് അവർക്കും ഉണ്ടാകും, നമുക്കും ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കുടുംബത്തിലെ മക്കൾക്ക് അള്ളാഹു താല ചിന്തശക്തിയും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മുടെ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് നമ്മുടെ മക്കൾക്കൊന്നും അത് ബാധിക്കാൻ പാടില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് നമ്മൾ തൗബകൾ അധികരിപ്പിക്കണം. നമ്മൾ ചെയ്ത കാരണം കൊണ്ട്, നമ്മൾ ചെയ്ത തെറ്റിന്റെ കാരണം, അതിന്റെ അസർ എന്തുണ്ടാകാൻ പാടില്ല, നമ്മുടെ മക്കൾക്കുണ്ടാകാൻ പാടില്ല. അതല്ലേ ഒരുപാട് ഹുക്കൂക്ക്, മക്കളോട് ബന്ധപ്പെട്ട ഹുക്കൂക്ക് ബഹുമാനപ്പെട്ട മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി. പ്രത്യേകിച്ചും ആലാ ഹദറത്ത് ഇമാം മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ എഴുതിയ ഒരു കിതാബ് തന്നെ കാണാം, മസ്അലത്തുൽ ഇർഷാദ് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം. ഔലാദിന്റെ ഹുക്കൂക്ക് രേഖപ്പെടുത്തിയ ഒരു മഹത്തായ ഗ്രന്ഥമാണ് മസ്അലത്തുൽ ഇർഷാദ് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പിതാവിന്റെ ഹുക്കൂക്ക് എന്തൊക്കെയാണ് എന്ന് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മാതാപിതാക്കൾ മക്കൾക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്, ജീവിതകാലത്തും മരണപ്പെട്ടതിന്റെ ശേഷവും അവർക്ക് ഉപകരിക്കുന്ന എന്തെല്ലാമുണ്ട് അതെല്ലാം അവർ ചെയ്തു കൊടുക്കണം എന്ന് ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ഒരുപാട് ആയത്ത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മസ്അലത്തുൽ ഇർഷാദ് ഫി ഹുഖൂഖിൽ ഔലാദ് എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഒന്നാമത്തെ വിഷയം തന്നെ സ്വാലിഹീങ്ങളെ കുടുംബത്തിലെ സ്വാലിഹിവരെ കല്യാണം കഴിക്കണം. കാരണം ചിലപ്പോൾ മക്കൾക്ക് വല്യപ്പാന്റെയോ അമ്മാവന്റെ ആദത്തിൽ അസറുണ്ടാകും. അപ്പൊ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ച് സ്വാലിഹീങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടാണ് വിവാഹം ചെയ്യേണ്ടത്. ആ വിവാഹത്തിന്റെ വിഷയങ്ങൾ, വിവാഹത്തിനെ അനാചാരങ്ങളത്ത് കൈവതും സൂക്ഷിച്ചുകൊണ്ട്, വിവാഹത്തിന്റെ ഒന്നാമത്തെ പ്രവർത്തനങ്ങൾ തന്നെ വളരെ സൂക്ഷ്മയുടെ ആദാവ് പാലിച്ചുകൊണ്ടായിരിക്കണം. പേരുകളൊക്കെ നല്ലത് വെക്കണം, കുട്ടിയെ നല്ല നിലക്ക് വളർത്തണം. ഇതൊക്കെ കുട്ടികൾക്ക് വന്ന ഹുഖൂഖാണെന്ന് ഇമാം മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മസ്അലത്തുൽ ഇർഷാദ് ഫി ഹുഖൂഖിൽ ഔലാദ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ 60ഓളം ഹുഖൂഖ് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബത്തിലെ മക്കൾ, അവര് മോശമായി പോകരുത്. അവർക്കൊന്നും നമ്മുടെ ദോഷത്തിന്റെ കാരണം കൊണ്ട് ഒരു മോശമായ അസറൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം, അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ, നമ്മളെയും നമ്മുടെ മക്കളെയും അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ, നമ്മളെയും നമ്മുടെ മക്കളെയും സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. പ്രത്യേകിച്ചും ഭദ്രാവതി ഉപ്പയുടെ ആണ്ടുദിനമാണല്ലോ. ഭദ്രാവതി മൊയിലേറുപ്പാക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. അവരുടെ കുടുംബത്തിലെ എല്ലാ മക്കൾക്കും അള്ളാഹു താല ഖൈർ, ലുത്ഫ്, ആഫിയത്ത്, ചിന്തശക്തി, ബുദ്ധിശക്തി, ഓർമ്മശക്തി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു ആഫിയത്ത് അള്ളാഹു നൽകട്ടെ. കുടുംബത്തിലെ മക്കൾ, അതുപോലെ ചില പേരമക്കൾ ഉണ്ടാകും, അള്ളാഹു അവർക്കും ഖൈറുകൾ ചെയ്യട്ടെ. കുടുംബത്തിലെ മരുമക്കൾ, അവർ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അതുപോലെ ഈ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ എല്ലാവർക്കും അള്ളാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. നമ്മയും അവരെയും സുഖലോക സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പറ്റുന്നവരെല്ലാം ഭദ്രാവതി മൗലൂരുപ്പാന്റെ സിയാറത്ത് ചെയ്യുക. ഇന്ന് പ്രത്യേകിച്ചും ആണ്ടുദിനം ആയതുകൊണ്ട്, അതുപോലെ വെള്ളിയാഴ്ച രാവുകൾ, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച ദിനങ്ങളിൽ, അതുപോലെ മറ്റു പുണ്യ ദിനങ്ങളിലെല്ലാം ഖബർ സിയാറത്ത് ഹയാത്താക്കുക. അതുപോലെ പറ്റുന്ന സൗകര്യമുള്ള സമയങ്ങളെല്ലാം ഖബർ സിയാറത്ത് ചെയ്യുക. അതുപോലെ അല്ലാത്തവർ വീടുകളിൽ നിന്നും മറ്റും, അല്ലെങ്കിൽ മഹാന്മാരുടെ മഖ്ബറയിൽ നിന്നോ, അല്ലെങ്കിൽ നമ്മുടെ മറ്റു ഖബർസ്ഥാനുകളിൽ വെച്ചോ നമ്മൾ അർവാഹുകൾക്ക് പല ബന്ധമുണ്ടാകും. അതൊക്കെ നമ്മൾ സിയാറത്ത് ചെയ്യുക. ആ ഹദിയ ഭദ്രാവതി മൗലൂർ പാക്ക് അള്ളാഹു എത്തിക്കാൻ ദുആ ചെയ്യുക. അതോടുകൂടെ
അവിടെ സിയാറത്ത് ചെയ്യാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ ദർസ് കേൾക്കുന്ന ആരെങ്കിലും ഭദ്രാവതി മൗലവിപ്പാൻ്റെ സിയാറത്തിന് പോകുകയാണെങ്കിൽ ഇതോടുകൂടെ വസിയത്ത് എൻ്റെ ഒരു സലാമും കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു യാ അബാ സൗജത്തി. അതുകൊണ്ട് എൻ്റെ സലാമും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം പറയണം. അതോടുകൂടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ബല്ലിഗ് സലാമി അലൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ബല്ലിഗ് സലാമി അലാ ഇബാദിക സ്വാലിഹീൻ. അല്ലാഹുമ്മ ബല്ലിഗ് സലാമി അലാ വാലിദി സൗജത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.